ജൂൺ 23-ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് വരികയാണ്. എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും പ്രവർത്തകരും അതുപോലെ തന്നെ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ആവേശമുള്ള താല്പര്യമുള്ള ലോകത്തിലെ എല്ലാ മലയാളികളും വളരെ ആവേശത്തോടുകൂടെ 23-ാം തീയതിയിലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഒരു പ്രാധാന്യവുമില്ലാത്ത ഉപതെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലേത്. കാരണം പ്രാധാന്യമില്ലായിരുന്നു എന്ന് പറയാൻ കാരണം കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിയമസഭാ ഇലക്ഷൻ വരുന്ന 8-9 മാസത്തിനുള്ളിൽ കേരളത്തിൽ നടക്കാനിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേവലം 8-9 മാസത്തേക്ക് വേണ്ടി മാത്രമാണ്. വീണ്ടും അവിടെ ഒരു നിയമസഭാ ഇലക്ഷൻ കൂടെ വരാനിരിക്കുകയാണ് 8-9 മാസത്തിന് ശേഷം. അതുകൊണ്ടാണ് ഇത്ര വലിയ പ്രാധാന്യം കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ പറയാൻ കാരണം. കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ വളരെ ആകാംക്ഷയോടെയും എന്നാൽ തികച്ചും പ്രവചനാതീതവുമായ ഒരു ഉപതെരഞ്ഞെടുപ്പായി മാറിയിരിക്കുകയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഇത്ര വലിയ പ്രവചനാതീതമാക്കിയത് അൻവറിക്കയുടെ മാസ് എൻട്രി തന്നെയാണ്. അൻവറായിരുന്നു നിലമ്പൂരിൻ്റെ മുൻ MLA. നിലവിലെ LDF ഗവൺമെൻറ്റുമായുള്ള കഠിനമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നതും നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതും. ഇദ്ദേഹം പക്ഷേ അൻവർ MLA സ്ഥാനം രാജിവെക്കുമ്പോഴും നിലമ്പൂരിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അൻവർ തീരുമാനിക്കുന്നത്. അതിലേക്ക് നയിച്ച കാരണങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷേ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അൻവറിൻ്റെ തീരുമാനമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഇത്ര വലിയ ആവേശകരമാക്കി മാറ്റിയത്. മാത്രവുമല്ല, വ്യക്തിപ്രഭാവത്തിൻ്റെ അമരക്കാരൻ എന്ന് എതിരാളികൾ പോലും അംഗീകരിക്കുന്ന M സ്വരാജ് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി എതിർവശത്ത് എത്തുന്നതോടുകൂടെ ഈ ഉപതെരഞ്ഞെടുപ്പ് കാസർകോട്ടുകാർ പറയുന്നത് പോലെ വെളുത്തിട്ട് പാറാൻ തുടങ്ങി. UDF പറയുന്നത് അവരുടെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് 10,000-നും 12,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് UDF പ്രകടിപ്പിക്കുന്നത്. അതേസമയത്ത് വളരെ വലിയ ഭൂരിപക്ഷമൊന്നും പറയുന്നില്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ M സ്വരാജ് തന്നെ വിജയിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുള്ളത്. എന്നാൽ അൻവർ അപാരമായ ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം പറയുന്നത് 75,000-ഓളം വോട്ടുകൾ പിടിച്ചുകൊണ്ട് അൻവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നാണ്. എന്നാൽ ഇത്രയും വോട്ടുകൾ എവിടെ നിന്ന് എന്ന് ചോദിക്കുമ്പോൾ ഇരു മുന്നണികളുടെ വോട്ടും അതുപോലെ തന്നെ നിഷ്പക്ഷരായ ആളുകളും തനിക്ക് തൻ്റെ നിലപാടിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്ന് തന്നെയാണ് അൻവർ ആത്മവിശ്വാസത്തോടുകൂടെ അടിവരയിട്ട് പറയുന്നത്. വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് അൻവർ ഉള്ളത്. എന്നാൽ തോൽക്കുന്നത് വരെ ആത്മവിശ്വാസം നല്ലതാണ് എന്ന് ജഗതി പറഞ്ഞതുപോലെയാകുമോ എന്ന് 23-ാം തീയതി നമുക്ക് കാണാം. ഒരു കാര്യം ഉറപ്പാണ്, അൻവർ തോറ്റാൽ എല്ലാവരും ജയിക്കും, അൻവർ ജയിച്ചാലോ മറ്റെല്ലാവരും തോൽക്കും. ഇത് എങ്ങനെയാണെന്നല്ലേ ഞാൻ പറയാം. നിലമ്പൂരിൽ PV അൻവറിൻ്റെ മുഖ്യ എതിരാളികൾ LDFും UDFുമാണ്. BJP ആകട്ടെ നിലമ്പൂരിൽ തുലവും അപ്രസക്തമാണ്. അൻവർ പരാജയപ്പെട്ടാൽ LDF ജയിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ കേരളം ഭരിക്കുന്ന LDF ഗവൺമെൻറ്റിനും ഇപ്പോൾ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനുമെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ തൻ്റെ MLA സ്ഥാനം രാജിവെക്കുന്നത്. ഇപ്പോൾ LDFിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായിസമാണെന്നും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് ഇന്ന് സംഘപരിവാരത്തിൻ്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് എന്നും മലപ്പുറം ജില്ലയെ ക്രിമിനൽ വൽക്കരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പും പോലീസും അതിന് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് എന്നും ADGP അജിത് കുമാറിനു സംഘപരിവാറുമായുള്ള അവിഹിത ബന്ധം, അതുപോലെ തന്നെ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണവും വനയോര മേഖലയിലെ കർഷകർക്ക് LDF ഒന്നും ചെയ്യുന്നില്ല തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ തൻ്റെ MLA സ്ഥാനം രാജിവെക്കുന്നത്. 23-ാം തീയതി ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അൻവർ പരാജയപ്പെട്ടാൽ
അൻവർ ഉന്നയിച്ച ഈ ഗുരുതരമായ ആരോപണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നും തീർച്ചയായും അത് LDF ഗവൺമെൻറ്റിൻ്റെ ഒരു വിജയവുമായി മാറും. ഇനി 23-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് അൻവർ വിജയിക്കുകയാണെങ്കിൽ അൻവർ മുന്നോട്ട് വെച്ച ഈ ആരോപണങ്ങളെല്ലാം ജനങ്ങൾ ഏറ്റെടുക്കുകയും അത് അംഗീകരിക്കുകയും അതിനുള്ള അംഗീകാരമായി PV അൻവറിൻ്റെ വിജയം മാറുകയും ചെയ്യും. സ്വാഭാവികമായും LDF ഗവൺമെൻറ്റിന് അൻവറിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി പിടിച്ചുകൊണ്ട് പരാജയം സമ്മതിക്കേണ്ടിയും വരും. ഇനി UDFൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അൻവർ പരാജയപ്പെടുമ്പോൾ എങ്ങനെയാണ് UDF വിജയിക്കുന്നത് എന്ന് പറയാം. അൻവർ MLA സ്ഥാനം രാജിവെക്കുന്ന സമയത്ത് തന്നെ LDFൻ്റെ ഭാഗമാകാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. എന്നാൽ അതിനുശേഷം PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേരുകയും അതിനുശേഷം UDFൻ്റെ ഘടകകക്ഷിയാകാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. ആ ശ്രമങ്ങളും അതിദയനീയമായി പരാജയപ്പെട്ടു. മാത്രവുമല്ല, കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻ്റായ VS ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആദ്യം മുതലേ കോൺഗ്രസിനോട് PV അൻവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ VS ജോയിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയില്ല എന്ന് മാത്രമല്ല, ആരെയാണോ PV അൻവർ സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് പറഞ്ഞത് അതേ സ്ഥാനാർത്ഥിയെ പിടിച്ച്, അതേ ആളെ പിടിച്ച്, അതായത് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ പിടിച്ചുകൊണ്ട് നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ഇതിൻ്റെ പുറകിലെല്ലാം VD സതീശനാണ് എന്നാണ് അൻവർ ആരോപിക്കുന്നത്. നിലമ്പൂരിൽ അൻവറിന് ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന UDF നേതൃത്വത്തിൻ്റെ വിലയിരുത്തലാണ് അൻവറിനെ ഇത്രത്തോളം തഴയാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി 23-ാം തീയതി അൻവർ പരാജയപ്പെട്ടാൽ ആദ്യം വിജയിക്കാൻ പോകുന്നത് VD സതീശനും അതിനുശേഷം UDFുമായിരിക്കും. എന്നാൽ 23-ാം തീയതി അൻവർ വിജയിച്ചാലോ ആദ്യം പരാജയപ്പെടുന്നത് പ്രതിപക്ഷ നേതാവായ VD സതീശനും പിന്നീട് UDFുമായിരിക്കും. ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളിലെ PV അൻവറിൻ്റെ റോഡ് ഷോ രണ്ട് മുന്നണികളെ വല്ലാതെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം വളരെ സത്യമാണ്. സാധ്യതകൾ വളരെ കുറവാണെങ്കിലും എങ്ങാനും ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, നിലമ്പൂരിൽ ഇരു മുന്നണികളും നിലം പരിശാകുമെന്ന് മാത്രമല്ല കേരളത്തിലെ ഒരു ഹീറോ ആയി മാറും PV അൻവർ. നമുക്ക് കാത്തിരുന്നു.